ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഗ്രീൻ ഹോം. എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ റോസ് പ്ലാന്റിൻ്റെ കെയറിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം കൂടുതൽ കഠിനാധ്വാനമൊന്നും ഇല്ലാതെ നമ്മുടെ പൂന്തോട്ടത്തിൽ നിറയെ പൂക്കളും ഭംഗിയുള്ള വലുപ്പമുള്ള പൂക്കളൊക്കെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നടാൻ പറ്റിയ ഒരു ചെടിയാണ് കേട്ടോ റോസ് ചെടി എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും നമ്മുടെ പൂന്തോട്ടത്തിൽ മറ്റ് ചെടികൾക്കൊപ്പം ഒരു റോസാ ചെടിയെങ്കിലും നട്ടു വളർത്താൻ ആഗ്രഹിക്കുന്നവരാണല്ലേ. അപ്പോൾ അതിലൊക്കെ നിറയെ പൂക്കൾ ഉണ്ടാവണമെന്നും നമ്മൾ ആഗ്രഹിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ നമ്മുടെ ചെടികൾ നിറയെ പൂക്കൾ തരാനായിട്ട്. ചെറിയ പൂക്കൾ മാത്രമല്ല, അതിൽ വലിപ്പം കൂടിയതും നല്ല ഡാർക്കായിട്ടുള്ള പൂക്കളൊക്കെ ഉണ്ടാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു ടിപ്പുകളേ ഉള്ളൂ. അത് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ആ കാര്യങ്ങളൊക്കെ നമുക്കിന്ന് പറയാം കേട്ടോ. അപ്പോൾ റോസ് പ്ലാന്റിൻ്റെ കെയറും ആ കുഞ്ഞു കുഞ്ഞു ടിപ്സിൻ്റെയും കാര്യങ്ങൾ അറിയുന്നതിന് മുന്നേ ആയിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ ആരെങ്കിലും നമ്മളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഇല്ലേ, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമാണ് അടുത്ത തവണ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ വരികയും വീഡിയോ ഒന്നും മിസ്സാവാതെ കാണാൻ പറ്റുകയും ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിൽ റോസാ ചെടി വളർത്തുമ്പോൾ നമ്മളെന്നും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇടയ്ക്ക് വളം ഇട്ട് കൊടുക്കും എല്ലാം ചെയ്താലും റോസാ ചെടി ഇങ്ങനെ മുരടിച്ച് നിൽക്കുന്നത് കാണാം. അതെന്താണെന്ന് വെച്ചാൽ റോസാ ചെടിയുടെ കടയ്ക്കൽ ആ ചുവട്ടിൽ നിറയെ കളകൾ മുളച്ചിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മൾ വേണ്ട സമയത്ത് പറിച്ച് കളയാത്തത് കൊണ്ടാണ് റോസാ ചെടിക്ക് നല്ല വളമൊന്നും കൃത്യമായിട്ട് കിട്ടാത്തത് കേട്ടോ. നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങളൊക്കെ വലിച്ചെടുക്കുന്നത് കൂടുതലും ഈ കളകളായിരിക്കും. അപ്പോൾ നമ്മൾ എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ 2-3 ദിവസം കൂടുമ്പോൾ തന്നെ ഈ ചെടിയുടെ ചുവട്ടിലുള്ള കളകൾ എന്തൊക്കെയുണ്ടോ അതൊന്ന് നോക്കി കൃത്യമായിട്ട് പറിച്ച് കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ കളകൾ പറിച്ച് മാറ്റുമ്പോൾ നമ്മൾ സമയാസമയങ്ങളിൽ നമ്മൾ റോസാ ചെടിക്ക് വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുമല്ലോ, അതൊക്കെ ഈ റോസാ ചെടിക്ക് തന്നെ കിട്ടാൻ കാരണമാവും കേട്ടോ. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയാവോ, കളകളൊക്കെ നന്നായിട്ട് വളരുകയും നമ്മുടെ റോസാ ചെടി അങ്ങ് മുരടിച്ച് പോവുകയും ചെയ്യും. അപ്പോൾ ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഈ കളകൾ പറിച്ച് മാറ്റുക എന്നുള്ളതാണേ. ഇനി ടിപ്പ് നമ്പർ 2 എന്ന് പറയുന്നത്, റോസാ ചെടിയിൽ പൂക്കളുണ്ടായതിന് ശേഷം പൂക്കൾ കൊഴിഞ്ഞു പോയി കഴിയുമ്പോൾ അല്ലെങ്കിൽ കരിഞ്ഞു തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ ആ റോസാപ്പൂവിൻ്റെ ഒരു 2 ഇല താഴെ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതായത് ഒരു സോഫ്റ്റ് പ്രൂണിംഗ് ആണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കരിഞ്ഞ പൂക്കളും പിന്നെ ഒരു 2 ഇലയും ചേർത്തിട്ട് അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞേക്കുക. അപ്പോൾ എന്ത് പറ്റുമെന്നറിയാവോ, ഇതിൻ്റെ തൊട്ട് താഴെ നമ്മൾ എവിടെ നിന്നാണോ കട്ട് ചെയ്തത് അതിൻ്റെ തൊട്ട് താഴെ നിന്ന് പുതിയ 2 നാമ്പുകൾ വരികയും ആ വരുന്ന കിളിർപ്പുകളിലെല്ലാം പുതിയ മുട്ടുകളായിട്ടായിരിക്കും വരുന്നത് കേട്ടോ. ചെടിയുടെ തലപ്പ് മുറിച്ച് കളയുന്നതിൻ്റെ ഒപ്പം തന്നെ പുഴുക്കുത്തേറ്റിട്ടുള്ള ഇലകളുണ്ടോയെന്നും അല്ലെങ്കിൽ എട്ടുകാലി കൂട് കൂട്ടിയതോ അതല്ലെങ്കിൽ കറുത്ത കുത്തുകൾ വീണ ബ്ലാക്ക് സ്പോട്ട് വീണ ഇലകളുണ്ടോ ഇതെല്ലാം പ്രത്യേകം ചെക്ക് ചെയ്തിട്ട് അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞേക്കുക കേട്ടോ. ഇനി ടിപ്പ് നമ്പർ 3 എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ കരിഞ്ഞ റോസാ പൂക്കളുടെ തലപ്പുകളെല്ലാം വെട്ടിക്കളഞ്ഞല്ലോ. അപ്പോൾ എന്ത് പറ്റുമെന്നറിയാവോ, ഇനി മഴക്കാലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ വെള്ളം ഇറങ്ങിയിട്ട് ചിലപ്പോൾ ആ കമ്പ് തന്നെ അങ്ങ് ഉണങ്ങിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ വെട്ടിയ ഭാഗത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് തേച്ച് കൊടുക്കുന്നത് അതിൻ്റെ ആ മുറിവ് നല്ല രീതിയിൽ ഉണങ്ങാനും ആ തണ്ട് കരിഞ്ഞു പോകാതിരിക്കാനും സഹായമാണ്. ഇപ്പം മഞ്ഞൾപ്പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗിസൈഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാനിപ്പം മഞ്ഞൾപ്പൊടി പറയാൻ കാരണം നമ്മുടെ വീട്ടിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന ഒരെണ്ണമാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുന്നത് കേട്ടോ. മഞ്ഞൾപ്പൊടി ഞാനിപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് പേസ്റ്റ് പോലെ ആക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ചെടിയുടെ ആ വെട്ടിയ സ്ഥലം ഉണ്ടല്ലോ അവിടെ തേക്കാനായിട്ട് കുറച്ച് എളുപ്പമാകും. ഇനിയിപ്പോൾ 4ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് വളപ്രയോഗമാണ്. അപ്പോൾ നമുക്കറിയാലോ, ചെടികൾക്ക് ദിവസേന വെള്ളം മാത്രം പോരാ, അതിന് സമയാസമയങ്ങളിൽ വളങ്ങളും ഇട്ട് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ റോസാ ചെടിക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ചിലവില്ലാത്ത മാർഗ്ഗത്തിലൂടെ തയ്യാറാക്കാൻ പറ്റിയ ഒരു വളപ്രയോഗമാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റോസാ ചെടിക്ക് വളരെയധികം നല്ല വളർച്ച നൽകുന്ന ഒരു വളപ്രയോഗമാണ് ഇത്. വേറെ ഒന്നുമല്ല, ഇത് മുട്ടത്തോടും പിന്നെ തേയില മട്ടുണ്ടല്ലോ അത് രണ്ടും കൂടി മിക്സ് ചെയ്ത വളമാണ് ഇന്ന് നമ്മൾ ഈ റോസാ ചെടിക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അടുക്കളയിൽ യൂസ് ചെയ്തതിന് ശേഷം വലിച്ചെറിഞ്ഞ് കളയുന്ന ഈ മുട്ടത്തോടുണ്ടല്ലോ, അവൻ ചില്ലറക്കാരനല്ല കേട്ടോ. അതിൽ നിറയെ കാൽസ്യം, ഫോസ്ഫറസ്, സിങ്ക് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ചെടികൾക്ക് നല്ല രീതിയിൽ വളരാനുള്ള ഒരു കരുത്ത് നൽകുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ ഈ മുട്ടത്തോട് എപ്പോഴും നമ്മളത് പൊടിച്ചിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കൈകൊണ്ട് പൊടിക്കാതെ മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് പൊടിക്കുക എന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് മണ്ണിൽ ലയിച്ച് ചേരാനായിട്ട് ഇടയാകും കേട്ടോ.
അപ്പോൾ നമുക്ക് മുട്ടത്തോടിൻ്റെ ഒപ്പം തന്നെ ആവശ്യമുള്ള വസ്തു എന്താണെന്ന് വെച്ചാൽ തേയിലമട്ടാണ്. അപ്പോൾ തേയിലമട്ട് നമ്മൾ ദിവസേന വീട്ടിൽ നമ്മൾ ചായ കുടിക്കുന്നവരാണല്ലോ. അപ്പോൾ ഈ തേയിലമട്ട് അന്നെന്നുള്ളത് കളക്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി പാലിൻ്റെ അംശമുള്ള തേയിലമട്ടാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കഴുകി വേണം സൂക്ഷിച്ച് വെക്കാൻ കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ ചെടികൾക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഉറുമ്പൊക്കെ വരാൻ സാധ്യതയുള്ളതിനാണ് അങ്ങനെ കഴുകി വെക്കണമെന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഈ പൊടിച്ചു വെച്ച മുട്ടത്തോടും പിന്നെ ഈ തേയിലമട്ടും കൂടി രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. തേയിലമട്ടിൽ നൈട്രജനും പൊട്ടാസ്യം ഫോസ്ഫറസും നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് നല്ല വലുപ്പമുള്ള പൂക്കൾ തരാനും നല്ല ബ്രൈറ്റ് കളേഴ്സ് ആയിട്ടുള്ള പൂക്കൾ നൽകാനും ഒക്കെ സഹായകമാണ് കേട്ടോ. പിന്നുണ്ടല്ലോ, ഈ വളം ആഴ്ചയിൽ ഒരിക്കലോ 2 ആഴ്ച കൂടുമ്പോഴോ റോസാ ചെടികൾക്ക് നൽകാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണേ. കാരണം ഈ വളം ചെടിയുടെ മുരടിപ്പൊക്കെ മാറി നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കാനായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ വളപ്രയോഗം നടത്തുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് ചെടിയുടെ ചുവട്ടിലുള്ള മണ്ണ് വേരിന് അനക്കം തട്ടാതെ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേണം വളപ്രയോഗം നടത്താനേ. ഈ വളപ്രയോഗം മാത്രമല്ല കേട്ടോ, ലഭ്യത അനുസരിച്ച് ചാണകപ്പൊടി, എല്ലുപൊടി, പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമല്ലോ കമ്പോസ്റ്റ്, അതൊക്കെ ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്നതും റോസ് ചെടി നല്ല രീതിയിൽ വളരാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ. ഇനി റോസ് ചെടി നല്ല രീതിയിൽ വളരാനുള്ള അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് മണ്ണിനെ റോസ് ചെടിക്ക് വളരാൻ ആവശ്യമായ രീതിയിൽ ഒരുക്കുക എന്നുള്ളതാണ്. മറ്റുള്ള ചെടികളുടെയോ പച്ചക്കറികളുടെ പോലെയല്ല റോസ് ചെടിക്ക് അസിഡിക് ആയിട്ടുള്ള അല്ലെങ്കിൽ പുളിരസം കൂടുതലുള്ള pH ലെവൽ താഴ്ന്ന മണ്ണാണ് അനുയോജ്യമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? നമ്മളുടെ മണ്ണിനെ ഈ പുളിരസമുള്ള മണ്ണാക്കി മാറ്റിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്നത്, നമ്മുടെ അടുക്കളയിൽ തന്നെയുള്ള വിനാഗിരി ഉണ്ടല്ലോ, നമ്മൾ കറികൾക്കൊക്കെ യൂസ് ചെയ്യുന്നത്, ഈ വിനാഗിരി ഈ മണ്ണിനെ റോസ് ചെടിക്ക് അനുയോജ്യമായ രീതിയിൽ പാകപ്പെടുത്തിയെടുക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 5 ml എന്നുള്ള കണക്കിൽ വിനാഗിരി എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ ഉണ്ടാക്കിയ ഈ ലിക്വിഡ് മാസത്തിൽ ഒരിക്കൽ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതും ഇതിൻ്റെ ഇലകളിൽ സ്പ്രേ ചെയ്യുന്നതും ചെടി നല്ല കരുത്തോടുകൂടി വളരാനായിട്ട് സഹായമാകുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ റോസ് ചെടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനുള്ള കുറേ ലളിതമായ ടിപ്പുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ടത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഉപകാരപ്രദമായി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഉണ്ടല്ലോ ആ കമൻറ്റ് ബോക്സ്, അതിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊന്ന് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ഫ്രം റീന.